الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب ليحكم بين الناس فيما اختلفوا فيه. ഏറ്റവും ആദരണീയനായ സത്യവിശ്വാസികൾ, ഈ പ്രപഞ്ചത്തെ പടച്ച, നമ്മെ ഏവരെയും പടച്ച സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി നിങ്ങളോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസ കാര്യങ്ങളാണ് നാം വെള്ളിയാഴ്ചയിലെ നിർബന്ധ ജുമാ ഖുത്ബകളിൽ ചർച്ച ചെയ്തു പോരുന്നത്. ഇതിൽ അല്ലാഹുവിനുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും നമ്മുടെ ഖുത്ബയുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് ചെറിയ രൂപത്തിൽ നാം ചർച്ച ചെയ്തു മനസ്സിലാക്കി. വിശ്വാസ കാര്യങ്ങളിൽ മൂന്നാമത്തേത് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. വേദഗ്രന്ഥങ്ങൾ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ ഇറക്കി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്കറിയാം, മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് മനുഷ്യർ ഏതൊക്കെ നിലക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് അവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുക എന്നറിയുക. മറ്റു സൃഷ്ടികൾക്കില്ലാത്ത പ്രത്യേകതകൾ നൽകിക്കൊണ്ട്, ബുദ്ധിശക്തി നൽകിക്കൊണ്ട്, ഭൂമിയിലെ ആധിപത്യം നൽകിക്കൊണ്ട് മനുഷ്യരെ സൃഷ്ടിച്ചു. ഭൂമിയിലെ സൃഷ്ടികളെ മുഴുവൻ നിയന്ത്രിക്കാൻ ആവശ്യമായ ബുദ്ധിയും കഴിവുകളും നൽകിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കരയും കടലും അടക്കി ഭരിക്കുന്നത് മനുഷ്യനാണ്. ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങൾ മനുഷ്യനേക്കാൾ ശക്തിയുള്ള, കരുത്തുള്ള, വേഗതയുള്ള ജീവികൾ ഭൂമിയിലുണ്ട്. പക്ഷെ ആ ജീവികളെ പോലും മെരുക്കിയെടുത്ത് ഉപയോഗിക്കാനും നിയന്ത്രിക്കാനും കഴിവ് നൽകപ്പെട്ടവനാണ് മനുഷ്യൻ. കരയും കടലും ഉപയോഗപ്പെടുത്തുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഭൂമിയിലെ ആധിപത്യം നൽകിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ് എന്നും എങ്ങനെ നിങ്ങൾ ജീവിക്കണമെന്നും എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നും കൃത്യമായി അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ആ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകിക്കൊണ്ട് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരൊരൊറ്റ സമൂഹമായിരുന്നു. പിന്നീട്
ആ ഒരൊറ്റ സമൂഹം വ്യത്യസ്ത വീക്ഷണങ്ങളായി ജീവിച്ചപ്പോ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായപ്പോ, അവർ വഴികേടിലായപ്പോ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. മുബശ്ശിരീന വ മുൻദിരീൻ, താക്കീത് നൽകുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിക്കൊണ്ട്. അൻസല മഅഹുൽ കിതാബ, അവർക്കിടയിൽ അവർക്ക് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു. ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. ഫീമഖ്തലഫൂ ഫീ, ജനങ്ങൾ ഭിന്നിച്ച കാര്യത്തിൽ. അങ്ങനെ എത്ര വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു എന്നും എത്ര ഏടുകൾ അവതരിപ്പിച്ചു എന്നും കൃത്യമായി അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള 4 വേദഗ്രന്ഥങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ തുടങ്ങിയ പേരുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ഏടുകളും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസ വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഖൂലു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. വമാ ഉൻസില ഇലൈനാ, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹിം നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്, യാഖൂബ് നബി അലൈഹിസ്സലാമിന്, വൽ അസ്ബാത്ത് സമൂഹത്തിന്, അവരുടെ യാഖൂബ് നബിയുടെ സന്താന പരമ്പരകളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും അവതരിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അവരുടെ റബ്ബിൽ നിന്നുള്ള മറ്റ് പ്രവാചകന്മാർക്കും നൽകപ്പെട്ടതിലും ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഞങ്ങൾ ഒരു വേർതിരിവും കൽപ്പിക്കുന്നില്ല. അപ്പൊ അല്ലാഹു ധാരാളം പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ധാരാളം പ്രവാചകന്മാർക്ക് ഏടുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ വേദഗ്രന്ഥങ്ങളും ഏടുകളും ഇല്ലാത്ത പ്രവാചകന്മാരുടെ സഹായികളായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. മുൻകഴിഞ്ഞ സമൂഹങ്ങൾ, ഓരോ സമൂഹങ്ങളും ആ പ്രവാചകന്മാര് പഠിപ്പിച്ച ആ വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട് പ്രവാചകന്മാര് പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് മറ്റൊരു പ്രവാചകനെ നിയോഗിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിയോഗിക്കപ്പെട്ടത് മുൻകഴിഞ്ഞ സമൂഹങ്ങൾ, തൗറാത്തിലും ഇൻജീലിലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റത്തിരുത്തലുകൾ വരുത്തിയപ്പോ അതിന്റെ സത്യാസത്യങ്ങളെ വിവരിച്ചുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദ് നബിയെ അയച്ചതും വേദഗ്രന്ഥങ്ങൾ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയതും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم فويل لهم مما يكسبون فويل للذين يكتبون الكتاب بأيديهم. സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, എന്നിട്ട് ഇത് അല്ലാഹുവിൽ നിന്നാണെന്ന് പറയുകയും ചെയ്ത ആളുകൾക്ക് നാശം. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരെഴുതിയത് കാരണം അവർക്ക് നാശം. അവർ സമ്പാദിച്ചത്, അത് മുഖേന അവർ സമ്പാദിച്ചതും അവർക്ക് നാശം. മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ അവര് പണ്ഡിതന്മാര് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് വേദഗ്രന്ഥങ്ങളിൽ തന്നെ മാറ്റത്തിരുത്തലുകൾ വരുത്തി വേദഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത് ചേർത്തു, ഉള്ളത് ഒഴിവാക്കിക്കൊണ്ടൊക്കെയാണ് അവര് ആ വേദഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് പറയുന്നത് എന്താ? നാശം. ആർക്ക് നാശം? സ്വന്തം കൈകൊണ്ട് അള്ളാഹുവിൻ്റെതാണ് എന്ന പേരിൽ വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയവർക്ക് നാശം. തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾ അള്ളാഹു പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ ഭൗതികമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി.
നമ്മുടെ സമൂഹമോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തോ? മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഖുർആനിന് പുറമെ ഖുർആനിനേക്കാൾ പോരിശയാക്കപ്പെട്ട ഗ്രന്ഥം എന്നുള്ള നിലക്ക് എഴുതി ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ട്. അവര് മതത്തിന്റെ നിയമനിർദ്ദേശങ്ങളിലൊന്നും മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന രൂപത്തിൽ ഗ്രന്ഥത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ ഖുർആനിനേക്കാൾ പോരിശയാക്കപ്പെട്ട ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പലരും. അതിൽ വിശ്വാസ ആചാരാദർശങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അടിസ്ഥാന വിശ്വാസങ്ങളിലൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അതിൽ പല കാര്യങ്ങളുള്ളത്. നോക്കൂ നിങ്ങള്, ഇന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ മുൻ തലമുറ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവര് തലയുടെ മുകളില് ഇങ്ങനെ ഖുർആൻ നിർത്തിച്ച് ഒരു മൈസൂർ പായത്തുമ്പോ ചന്ദന തിരിയൊന്നും കത്തിച്ചല്ല ഖുർആൻ ഓതിയിട്ടുള്ളത്. എന്നാലോ മാല കിതാബുകളും മൗലിദ് കിതാബുകളും പാരായണം ചെയ്യുമ്പോ തലയണയുടെ മുകളില് വളരെ ഭക്തി ആദരവോടുകൂടി ഒരു മൈസൂരി പഴത്തുമ്പോ ചന്ദന തിരിയൊക്കെ കത്തിച്ചാണ് ഓതുന്നത്. അപ്പൊ ഖുർആനിനാണോ പ്രാധാന്യം, അല്ല ഈ മാല കിതാബുകൾക്കും സബീന കിതാബിനാണോ പ്രാധാന്യം? സബീന കിതാബ്. ഇത് ആര് എഴുതിയുണ്ടാക്കിയതാണ്? ഏത് കാലത്ത് എഴുതിയുണ്ടാക്കിയതാണ്? ആർക്കും അറിയില്ല. പല കിതാബുകളും ആരെഴുതിയതാണ്, ഏത് കാലത്ത് എഴുതിയതാണ് എന്ന് പോലും അറിയില്ല. സബീന കിതാബിലെ പല കിതാബുകളും ഷറഫ് അൽ അനാം മൗലിദ് ഉണ്ട്, മങ്കൂസ് മൗലിദ് ഉണ്ട്, ഇങ്ങനെ ബദർ മൗലിദ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മൗലിദുകളുണ്ട്. അതിനു പുറമെ ഒരുപാട് ബൈത്തുകളുണ്ട്. അവൻ ഖുർആനിനേക്കാൾ പോരിശ നൽകിക്കൊണ്ട് ഇവര് പാരായണം ചെയ്യുന്ന ഈ ഗ്രന്ഥങ്ങൾ ഏത് കാലത്ത് ആരെഴുതിയുണ്ടാക്കിയെന്ന് പോലും അറിയില്ല. ആരാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പുണ്യഗ്രന്ഥം പാരായണം ചെയ്താൽ പുണ്യം ലഭിക്കുന്ന ഇങ്ങനെ ഒരു ഗ്രന്ഥം ദീനിൽ ഉണ്ടാക്കാൻ ആരാ അധികാരം കൊടുത്തത്? അള്ളാഹുവിന് ആ ഗ്രന്ഥത്തെ കുറിച്ച് അള്ളാഹു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബിക്കോ സഹാബത്തിനോ ആ ഗ്രന്ഥം പരിചയമുണ്ടോ? ഇല്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഏറ്റവും വ്യാപകമായിട്ടുള്ളത്. അപ്പൊ ശൈത്താൻ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് വഹി നൽകിയ ഗ്രന്ഥം. അപ്പൊ മുൻകഴിഞ്ഞ സമൂഹങ്ങൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ തന്നെ മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മുടെ സമൂഹം ഖുർആനിനേക്കാൾ മഹത്വം നൽകിക്കൊണ്ട് മറ്റൊരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് പുണ്യകർമ്മമായി പാരായണം ചെയ്യുന്നത് പുണ്യകർമ്മമായി സമൂഹത്തിൽ പഠിപ്പിക്കുകയും ചെയ്തു. ഖുർആൻ പഠിപ്പിച്ചുള്ള അടിസ്ഥാന വിശ്വാസാദർശങ്ങളിലൊക്കെ അതിന് മാറ്റം വരുത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അപ്പൊ ഒന്നാമത്, കാലത്തുള്ള വേദഗ്രന്ഥങ്ങൾ മാറ്റം വരുത്തിയതുപോലെ വിശുദ്ധ ഖുർആനിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും ഈ ഉത്ബോധനത്തെ നാം ആകുന്നു അവതരിപ്പിച്ചത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അതിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിച്ചു കൊടുത്തു. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണാതെ പഠിച്ചു. എഴുത്തും വായനയും അറിയാത്ത ആളായിട്ട് പോലും അത് കാണാതെ പഠിച്ചു. സമൂഹത്തിന് അത് ഓതിക്കൊടുത്തു. സഹാബത്ത് അത് കാണാതെ പഠിച്ചു. മുഴുവൻ അവതരിക്കുന്നതിനനുസരിച്ച് അതിന്റെ ക്രമത്തിൽ റസൂൽ സഹാബത്തിന് ഓതിക്കൊടുത്തു. റസൂൽ മുമ്പിൽ ഇമാമായി നിസ്കരിക്കുമ്പോൾ അത് ഓതിക്കൊടുത്തു. ഖിയാമുൽ ലൈൽ നിസ്കരിക്കുമ്പോഴോ ഓതിക്കൊടുത്തു. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഓതിക്കൊടുത്തു. സഹാബത്തും അതുപോലെ തന്നെ കാണാതെ പഠിച്ചു. സഹാബത്തിൽ നിന്ന് താബിയങ്ങൾ പഠിച്ചു. തബിയിൽ നിന്ന് തബഅ താബിയങ്ങൾ പഠിച്ചു. അങ്ങനെ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ മുഴുവൻ പഠിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ലോകത്ത് ഏത് കാലത്ത് ഖുർആനിന്റെ കോപ്പികൾ മുഴുവൻ ചുട്ടുകരിച്ചാൽ പോലും ഖുർആൻ ഇല്ലാതെയാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അല്ലാഹു അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരായത്ത് അതിലേക്ക് കൂട്ടിക്കടത്താൻ കഴിയില്ല, ഒരായത്തിന് അതിൽ നിന്ന് വെട്ടിമാറ്റാൻ കഴിയില്ല. ആ നിലക്ക് അല്ലാഹു ഖുർആനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. മുൻ വേദഗ്രന്ഥങ്ങൾക്കൊന്നും ആ നിലക്ക് അത് ലോകാവസാനം വരെയുള്ള ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം തന്നെ നടക്കുന്നതാണ്. മുൻ കഴിഞ്ഞ പ്രവാചകന്മാരും അവരുടെ വേദഗ്രന്ഥങ്ങളും അതാത് സമൂഹങ്ങളിലേക്കും അതാത് കാലഘട്ടങ്ങളിലേക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കാലക്രമത്തിൽ സമൂഹം വഴിതിരിച്ച് അതിനെ അള്ളാഹു ആണ് ഖുർആൻ സംരക്ഷിച്ചതുപോലെ എല്ലാവരെ കൊണ്ടും ഹിഫ്ളാക്കാവുന്ന രൂപത്തിൽ അത് അവതരിപ്പിച്ചിട്ടില്ല. അതാവർക്ക് സംരക്ഷിച്ചിട്ടില്ല. സംരക്ഷിച്ചു എന്ന് അള്ളാഹു അവകാശം പറഞ്ഞിട്ടുമില്ല. അപ്പൊ അള്ളാഹു ഇങ്ങനെ സമൂഹം വഴികേടിലാകുമ്പോൾ പുതിയ പുതിയ പ്രവാചകന്മാരെ ഇങ്ങനെ നിയോഗിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചപ്പോ ഈ ഗ്രന്ഥത്തെ ഞാൻ അവസാന കാലം വരെ സംരക്ഷിക്കും
സംരക്ഷിക്കുമെന്ന് അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അത് മുഴുവൻ ഹൃദയസ്ഥമാക്കാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അള്ളാഹു സംരക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ സമൂഹം മാറ്റം വരുത്തിയിരുന്നു എന്ന് അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം, റമദാനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ മാസം. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ഹിദായത്ത് സന്മാർഗമാകുന്നു. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അവിടെ ഹുദ എന്ന് പറഞ്ഞത് തൗറാത്തിനെ കുറിച്ചും ഫുർഖാൻ എന്ന് പറഞ്ഞത് ഇൻജീലിനെ കുറിച്ച്. ആ തൗറാത്തിന്റെയും ഇൻജീലിന്റെയും സത്യാസത്യ വിവരണവുമാകുന്നു. അതിൽ എന്തൊക്കെ അബദ്ധങ്ങളുണ്ട്, അതിലേതൊക്കെ വിശ്വാസങ്ങളിൽ തകരാറുകളുണ്ട് എന്ന് തിരുത്തുന്ന ഗ്രന്ഥവുമാകുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وقد كان فريق منهم, അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ യസ്മഊന കലാം അല്ലാഹ്, അല്ലാഹുവിന്റെ വാക്കുകളെ വചനങ്ങളെ കേൾക്കും. ثم يحرفونه, പിന്നീട് അവരത് മാറ്റം വരുത്തും. من بعد ما عقلوه, അതിന്റെ കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം. وهم يعلمون, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് അറിയില്ലേ ഈ ഗ്രന്ഥം, ഞങ്ങൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല, പ്രവാചകന് വഹി കിട്ടിയതല്ല, സഹാബത്തിന് പരിചയമുള്ളതല്ല എന്നിവർക്ക് അറിയില്ലേ? അറിയാം. എന്നിട്ടോ ന്യായീകരിക്കും. എന്തിന്? തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചതാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തും ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുമെങ്കിൽ പോലും മുഹമ്മദ് നബിയുടെ ഉമ്മത്തും വഴികേടിലാവും. ഒരഭിപ്രായ വ്യത്യാസം ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂലും പറഞ്ഞിട്ടില്ല. ലോകാവസാനം വരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്ന് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു വിഭാഗം ലോക അവസാനിക്കുന്ന വരെ ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ മറ്റാരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തലും വരുത്തിയിട്ടുമില്ല. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് ഖുർആന് തുല്യമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇത് പാരായണം ചെയ്യൽ പുണ്യകർമ്മമാണ് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. പാരായണം എന്നിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉമർ മൗലിക് മാല ചെല്ലുന്നില്ലേ? അങ്ങനെ ഉമർ മാല എന്നൊരു മാലല്ല. നമ്മൾ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു മനുഷ്യന്റെ നന്മ അത് പ്രസംഗത്തിലൂടെയോ എഴുത്തിലൂടെയോ കവിതയിലൂടെയോ എഴുതിക്കൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന വാദമില്ല. നേരെ മറിച്ച് ഉമർ മൗലിയുടെ പേരിൽ ഒരു അറബിയിൽ ഒരു കവിത ഉണ്ടാക്കിയിട്ട് അത് പാരായണം ചെയ്യുന്നത് പുണ്യകർമ്മമാണ് എന്ന് സമൂഹത്ത് പഠിപ്പിച്ചാൽ അത് വിധേയത്താണ്. നേരെ മറിച്ച് ഉമർ മൗലവി എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയ ഏത് മഹാന്റെയും മഹത്വങ്ങൾ നമുക്ക് പ്രസംഗത്തിലൂടെ പറയാം, അത് എഴുത്തിലൂടെ പറയാം, അത് കവിതയിലൂടെ പറയാം. അത് ഒരു തെറ്റില്ല. മറ്റ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകൾ സമൂഹത്തിന് പറയാൻ പാടില്ല എന്ന വാദം നമുക്കില്ല. അപ്പൊ ഇതൊക്കെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ. അപ്പൊ നമ്മൾ KP മുഹമ്മദ് മൗലവിയുടെ പേരിൽ നമ്മൾ അറബിയിൽ കവിത എഴുതിയിട്ടുണ്ട്. ഉമർ മൗലവിയുടെ നന്മ വിശദീകരിച്ചുകൊണ്ട് അറബിയിൽ കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഗദ്യരൂപത്തിലും ലേഖന രൂപത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പം മഹാന്മാരുടെ മഹത്വം ഒന്നും ഗദ്യരൂപത്തിലോ പദ്യരൂപത്തിലോ എഴുതാൻ പാടില്ല എന്നോ പ്രസംഗിക്കാൻ പാടില്ല എന്നോ അവരുടെ മഹത്വം ലോകത്തോട് പറയാൻ പാടില്ല എന്നൊന്നും അല്ല നമ്മൾ വാദിക്കുന്നത്. പകരം അല്ലാഹുവിന്റെ ദീനിൽ പുണ്യകർമ്മം എന്നുള്ള നിലക്ക് ഗദ്യമോ പദ്യമോ ഒന്നും എഴുതി ഉണ്ടാക്കി അത് പുണ്യകർമ്മമാണ് എന്ന് സമൂഹത്തിന് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ വാദം. അതുകൊണ്ടാണ് ഈ മാല കിതാബൊക്കെ, മൗലിദ് കിതാബ്, സബീന കിതാബൊക്കെ ദീനിന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് പകരം പുണ്യകർമ്മമായി സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നും അതിന് യാതൊരു മാറ്റത്തിരുത്തലുകളും വരുത്താൻ സാധ്യമല്ല ലോകാവസാനം വരെ എന്നും അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു. അത് ഇന്നും അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടു വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനാണ്. എല്ലാം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയുന്ന ത്രികാലജ്ഞാനിയാണ് പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥകൾ, കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ അവസ്ഥകൾ എല്ലാം അറിയുന്ന റബ്ബ് എല്ലാ കാലഘട്ടത്തിലേക്കും സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായിരിക്കണം. എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിന് നന്മയിൽ നിലനിൽക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥമായിരിക്കണം അവതരിപ്പിക്കുന്നത്. അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം അന്യൂനമാണോ എന്ന്
എന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്നുള്ള നിലക്കാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേന്നാ, ഗഹനമായി ചിന്തിക്കുക. നമ്മൾ ഇങ്ങനെ ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ, എല്ലാ ലേഖനങ്ങളും നമ്മൾ വായിക്കും, ലോകവിജ്ഞാനം മുഴുവൻ നമ്മൾ വായിക്കും, പക്ഷെ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് അതിന്റെ ഓരോ വാക്കുകളും വാചകങ്ങളെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് അള്ള പ്രയോഗിച്ച പദങ്ങൾ, അള്ള പ്രയോഗിച്ച ഓരോ പദങ്ങളും ഓരോ വാചകങ്ങളും അത് പ്രയോഗിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് പ്രയോഗിച്ചത്, അത് പ്രയോഗിച്ചതിലുള്ള വിശാലമായ ആശയം എന്തൊക്കെയാണ്, ഇങ്ങനെ ഗഹനമായി ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിക്കുന്ന ചിന്തിക്കുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരാണ് എന്ന് പറയുന്ന ആളുകൾ പോലും പേടിച്ചു പോകാം. കാരണം ആഗോള വിജ്ഞാനത്തോൽക്കുണ്ട്, ആഗോള വിവരമുണ്ട്, പക്ഷേ അള്ളാന്റെ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് അതിന്റെ അക്ഷരങ്ങൾ വെച്ചിട്ട് അതിന്റെ പ്രയോഗങ്ങൾ വെച്ചിട്ട് ഇത് റബ്ബിൻ്റെത് തന്നെയാണ് എന്ന് ഉറപ്പിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെ മനസ്സിനോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് നിങ്ങൾ അൽബക്കറ മുഴുവൻ ഫാത്തിഹ മുതൽ ഇങ്ങനെ തുടക്കം മുതൽ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പോരായ്മകളും. എന്നോടാണ് ഇത് പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത്, നമുക്കിത് ഇങ്ങനെ ഓതുമ്പോൾ തോന്നും അതാ ഖുർആന്റെ പ്രത്യേകത. അതാ അള്ളാഹ് ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അത് അല്ലാഹുവിൽ നിന്നല്ലാത്തവർ മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നുവെങ്കിൽ, മുഹമ്മദ് നബി സ്വന്തം പേരിൽ എഴുതിയുണ്ടാക്കിയതായിരുന്നെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാമായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കി, ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം ഈ എല്ലാ കാലങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഒരു മാറ്റത്തിരുത്തലുകൾ ആവശ്യമില്ലാതെ നിലക്ക് സമൂഹത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റിയ രൂപത്തിൽ ഏത് ഗ്രന്ഥ ലോകത്തുനിന്നുള്ളത്? ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥം അങ്ങനെ ഉണ്ടോ? എന്നാൽ ഖുർആനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു നിയമത്തിൽ നിന്ന് സമൂഹം വ്യതിചലിക്കുന്നുവെങ്കിൽ അതിന്റെ അനന്തരഫലം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഖുർആൻ നമ്മൾ നോക്കൂ, മദ്യപിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മദ്യപിച്ചത് കൊണ്ട് സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട്, സ്വന്തം ആരോഗ്യം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്നടിഞ്ഞ് നശിച്ച ആളുകൾ നമ്മൾ കാണുന്നില്ലേ സമൂഹത്തിൽ? അതുകൊണ്ട് അവർ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നില്ലേ? സമൂഹത്തിൽ അവരെ കൊണ്ടുള്ള ദോഷം നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ ഓരോ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ എടുത്തു നോക്കി, ആ നിയമനിർദ്ദേശത്തിൽ നിന്ന് എവിടെ സമൂഹം വ്യതിചലിക്കുന്നുവോ അവിടെ നമുക്ക് പ്രശ്നം കാണാം. ഏത് കാര്യത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങളിൽ ഏതിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുന്നുവോ അവിടെ കുടുംബത്തിൽ പ്രശ്നം കാണാം, സമൂഹത്തിൽ പ്രശ്നങ്ങൾ കാണാം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക, എന്റെ ഉത്ബോധനത്തെ വിട്ട് ആര് തിരിഞ്ഞു കളയുന്നവോ അവന് പ്രയാസകരമായ ജീവിതമായിരിക്കും. കുടുംബത്തിൽ പ്രയാസം, മാതാപിതാക്കളെ പരിഗണിക്കണം, മക്കളോട് കാരുണ്യം കാണിച്ച് വളർത്തണം, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര വിശ്വാസത്തോടുകൂടി, പരസ്പര സ്നേഹത്തോടുകൂടി, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പെരുമാറണം. ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ അത് അംഗീകരിക്കാത്തത് കൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ നോക്കി നിങ്ങൾ, അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാര് അവര് വീട്ടിലുണ്ടാവണമെന്ന് ഭാര്യ ആഗ്രഹിക്കുകയാണ്. അവര് എന്റെ മോൻ ഇത്ര നല്ല മോൻ എനിക്ക് കിട്ടിയല്ലോ എന്ന് മക്കൾ സന്തോഷിക്കാണ്. മാതാപിതാക്കള് എന്നെ പരിഗണിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, അങ്ങേയറ്റത്തെ ത്യാഗം സഹിച്ചുകൊണ്ട് ദീന അനുസരിക്കുന്ന ഒരു മോനെ എനിക്ക് കിട്ടിയല്ലോ, മക്കൾ സന്തോഷമാണ് മാതാപിതാക്കൾക്ക്. അപ്പൊ ദീനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അവർ കുടുംബത്തിന് നന്മ ചെയ്യുന്നു, അവർ സമൂഹത്തിന് നന്മ ചെയ്യുന്നു. ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ നല്ല വ്യക്തികളായി ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നു, സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്ത് പോലെ അത്ര ഇസ്സത്തുള്ള മറ്റൊരു സമൂഹം ഇന്ന് ലോകത്തിൽ എന്തുകൊണ്ട്? നോക്ക് നിങ്ങൾ, മതപാഠശാലകൾ, ആയിരക്കണക്കിന് മതപാഠശാലകൾ, പള്ളികൾ ആരാ നടത്തുന്നത്? ഗവൺമെന്റിന്റെ പൈസ ഇട്ടിട്ടാണ് നടത്തുന്നത്? പുറത്തുനിന്ന് ആരും പൈസ ഇട്ടിട്ടാണ് നടത്തുന്നത്? അല്ല, നമ്മളൊക്കെ പരിസംഖ്യ എടുത്തുകൊണ്ട് നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് നടത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തില് കഷ്ടത അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവനെ നമ്മൾ സഹായിക്കുന്നു. ഇത്ര ഇസ്സത്തുള്ള ഒരു സമുദായം വേറെ ഏതാ നമ്മുടെ നാട്ടിലുള്ളത്?
അത് പോരായ്മകൾ ഒരുപാടുണ്ട്. നെഗറ്റീവ് എപ്പോഴും നമ്മൾ കാണുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ ഗുണം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, അവരുടെ കൂട്ടായ്മയും പരസ്പര സ്നേഹവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും അവരുടെ ഇജ്ജത്തും പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് ആര് പിന്തിരിയുന്നുവോ അതിന്റെ പ്രയാസം അവർ അനുഭവിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ കാണുന്നു. ഇതിലപ്പുറം എന്ത് തെളിവാണ്? അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് വേണ്ടത്. അപ്പൊ അള്ളാഹു ഖുർആനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു, ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു, ആ ഖുർആനെ പഠിക്കൽ നമുക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു. മുൻ വേദഗ്രന്ഥങ്ങളെ അവരുടെ സമൂഹം അവഗണിച്ചതുപോലെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പറഞ്ഞു. ആ ആയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കേട്ടോ. ആയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് വഹിച്ചവരുടെ ഉദാഹരണം, പിന്നീട് അതിനെ വേണ്ട വിധം ഉൾക്കൊള്ളാത്തവരുടെ ഉദാഹരണം കമസലിൽ ഹിമാർ, കഴുതകളെ പോലെയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഭാണ്ഡം വഹിക്കുന്ന കഴുതകളെ പോലെയാണ്. ഒരുപാട് വലിയ വിജ്ഞാനമുള്ള ഗ്രന്ഥങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടിയ ആ കഴുതക്ക് അതുകൊണ്ടല്ലേ ഉപകാരമുണ്ടോ? അതുപോലെയാണ് മുൻ വേദഗ്രന്ഥങ്ങൾ വഹിച്ചവരുടെ ഉപമ എന്ന് അള്ളാഹു ഖുർആനിൽ എന്നോടും നിങ്ങളോടും എന്തിനു പറഞ്ഞതാ? ഖുർആനിന്റെ അനുയായികളായ ഞാനും നിങ്ങളും ആ കഴുതകളെ പോലെ ആവാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, അള്ളാഹു എന്താ പറഞ്ഞ് പ്രയോഗിച്ച പദം എന്താ? എത്ര ഖുർആന്റെ ഉപമ എത്ര ഭംഗിയുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എല്ലാം ഓരോ കാര്യങ്ങളും തന്നെയാണ്. ഖുർആന്റെ എല്ലാ ഉപമയും ഏറ്റവും ഫിറ്റ് ആയിരിക്കും. അപ്പൊ ഗ്രന്ഥക്കെട്ടുകൾ വഹിക്കുന്ന കഴുതകളെ പോലെയായിരുന്നു മുൻകാല സമൂഹം. നിങ്ങൾ ഖുർആന്റെ ഉമ്മത്ത് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, നമ്മൾ അങ്ങനെ ആയി തീർന്നിട്ടുണ്ടോ എന്നതൊക്കെ. അപ്പൊ ഏതായിരുന്നാലും വേദഗ്രന്ഥങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ ഖുർആൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്നും മുൻ കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കൊക്കെ അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും ഒക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ ഖുർആൻ അത് കൃത്യമായി അള്ളാഹുവിൻ്റെതാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള പഠനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അശ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് സമൂഹം അകലുമ്പോൾ സമൂഹം വഴികേടിലാകും, അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് സമൂഹം അകലുമ്പോൾ സമൂഹം അന്ധവിശ്വാസത്തിലുമാകും. അതുപോലെ ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ദജ്ജാൽ വരും. ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ്. ഇന്ന് സമൂഹം വഴികേടിലകപ്പെട്ടത്, ചിന്മയിലും തോന്നിവാസങ്ങളിലും അകപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് ബോധ്യപ്പെടാത്ത ആളുകളാണ്. അതുപോലെ തന്നെ ഖുർആനിനേക്കാൾ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ഖുർആൻ പഠിപ്പിക്കുന്നതിനേക്കാൾ മറ്റ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എല്ലാ രംഗത്തും. ഖുർആനിനെ അവർ കൈയൊഴിച്ചു. അവർ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾക്കാണ് പ്രാധാന്യം, അതിൽ പറഞ്ഞ കൗലുകൾക്കാണ് അവർക്ക് പ്രാധാന്യം. അത് നോക്കുക, നിങ്ങൾ സമൂഹം അള്ളാഹുവിൽ നിന്ന് മഹാന്മാരിലേക്ക്, അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ മഹാന്മാർക്ക് സ്ഥാനം കൊടുക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞത് അവർ ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞത്, അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. എത്ര സ്ഥലത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഉൾക്കൊള്ളാതെ ഖുർആൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ നബി അവരോട് പറയുക, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഖുൽ, നബിയെ പറയുക, ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ നഫഅ, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, അല്ലാഹുവിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ, എന്നെ സഹായിക്കാൻ ഒരാളുമില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അവന് പുറമെ ഒരു
അഭയകേന്ദ്രവും ഞാൻ കാണുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞേൽപ്പിച്ചതാണ്. എന്നിട്ട് നമ്മുടെ സമൂഹം ആരെയാണ് അഭയകേന്ദ്രമായി കാണുന്നത്? അള്ളാഹുവിനേക്കാൾ മഹാന്മാരെയാണ്, ഞങ്ങൾക്ക് രക്ഷകരാണ്, ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവരാണ്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നവരാണ്, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരുന്നവരാണ് എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹം കാണുന്നത് ആരെയാണ്? മഹാന്മാരെയാണ്. എന്തുകൊണ്ട് സമൂഹം ഖുർആൻ പഠിച്ചില്ല? അള്ളാഹ്ക്ക് പുറമെ ഒരു അഭയകേന്ദ്രവും ഞാൻ കാണുന്നില്ല എന്ന് അത്ര കൃത്യമായിട്ട് അള്ളാഹ് പഠിപ്പിച്ചുതരാം. അതുപോലെ തന്നെ തവക്കുലിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അള്ളാഹു പിന്നെ നമ്മളിപ്പോ ഒരു വാഹനമൊക്കെ റോട്ടിൽ ഇറക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും നമ്മളെന്നല്ല പലരും ഒരു വാഹനം ഇറക്കുമ്പോ അത് ആദ്യം ഏതെങ്കിലും ഒരു ജാറത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ താക്കോല വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വെച്ച് എടുത്തിട്ടല്ലേ റോട്ടിലേക്ക് ഇറക്കുക. എന്തിനാണ് അത്? ഒരു അപകടവും പെടുത്തരുത്. ആരാണ് ഏൽപ്പിക്കുന്നത്? മരണപ്പെട്ടവർ. അന്ന് കൃത്യമായിട്ട് പറയാം, ആദ്യവും അന്ത്യവും ഇല്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവരിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. എന്നിട്ട് ഏത് മന്ദബുദ്ധിക്കും മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അള്ളാഹു അല്ലദീ ലാ യമൂത്ത്, മരിച്ചു പോവാത്ത, ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യുക എന്ന് അള്ളാഹ് പറഞ്ഞു. എന്നിട്ടോ മരിച്ചവരെ കൊണ്ട് കേൾപ്പിക്കുന്നു നമ്മൾ. എന്താ കുഴപ്പം? നമുക്ക് ഖുർആൻ അറിയില്ല. പുരോഹിതന്മാർ ഇതൊക്കെ മഹത്വമേറിയതാന്ന് നമ്മളോട് പറഞ്ഞു, നമ്മളത് അംഗീകരിച്ചു. അപ്പൊ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സമൂഹം അകന്നത് കൊണ്ടാണ് സമൂഹം വഴികേടിലകപ്പെട്ടത്, അന്ധവിശ്വാസത്തിലകപ്പെട്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങുക, വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും രക്ഷയുടെ മാർഗം. സർവശക്തനായ റബ്ബ് അത് കൃത്യമായി അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിച്ച് മനസ്സിലാക്കി ശരിയായ വിശ്വാസ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാനും യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സർവശക്തനായ റബ്ബേ, ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. കാരുണ്യവാനായ ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളെയും നീക്കിത്തരണ റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.